ഏകദേശം ഒരു 10-12 വർഷമെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് സ്കൂളുകളിൽ നിന്ന്. അതിപ്പോൾ CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും. ഇതിനു പുറമെ സോഷ്യൽ മീഡിയ, ബുക്സ്, TV, കമ്പനീസ്, ബ്യൂറോസ് ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇംഗ്ലീഷാണ് ഡീഫോൾട്ട് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മളിൽ എത്ര പേർക്ക് ഇംഗ്ലീഷ് നല്ല പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റും? ഐ മീൻ ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും? പിന്നെ എങ്ങനെയാണ് ഈ സെയിം സ്റ്റഡി മെത്തേഡിൽ പഠിക്കുന്ന ജർമ്മൻ ലാംഗ്വേജ് ഒരു വർഷം കൊണ്ട് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റുന്നത്? എക്സാം എഴുതി ജയിക്കുന്ന സ്റ്റുഡൻസിനേക്കാൾ തോൽക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടാൻ കാരണം. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്നതിന് പുറമെ എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് വെറും ഒരു വർഷം കൊണ്ട് ഈ ലാംഗ്വേജ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ജർമ്മൻ പഠിക്കുന്നവർ ചെയ്യാൻ പാടില്ലാത്ത 5 മിസ്റ്റേക്സ്. ഈ 5 മിസ്റ്റേക്സ് നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇനിയൊരു 10 വർഷം എടുത്താലും നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകാൻ പോകുന്നില്ല. സോ മിസ്റ്റേക്ക് നമ്പർ 1, സംസാരിക്കാതിരിക്കുക വിത്ത് എ നേറ്റീവ് സ്പീക്കർ. നമ്മുടെ നാട്ടിലെ പല ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമ്മുടെ ടീച്ചേഴ്സ് തന്നെ വരുത്തി വെക്കുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്, പ്രത്യേകിച്ച് പ്രൊണൗൺസിയേഷനിൽ. നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന ജർമ്മൻ പ്രോപ്പർ ഇന്ത്യൻ ആക്സെൻറ്റിലുള്ള ജർമ്മനാണ്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സും അതേ ആക്സെൻറ്റിൽ തന്നെയായിരിക്കും നമ്മളോട് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ അതുപോലെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോഴും അത് തന്നെ വരും. സോ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് പഠിക്കാതെ ജർമ്മൻസ് എങ്ങനെയാണ് ഓരോ വേർഡ്സ് പറയുന്നത്, അവർ ഏതൊക്കെ ലെറ്റേഴ്സ് ആണോ കനം കൊടുത്തു പറയുന്നത്, ഏതൊക്കെ ലെറ്റേഴ്സ് ആണോ കനം കുറച്ച് പറയുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് ശ്രദ്ധിച്ച് അതുപോലെ പറയാൻ ശ്രദ്ധിക്കുക. ചില മിമിക്രി ആർട്ടിസ്റ്റുകൾ ഈ കഥാപാത്രങ്ങളെയും നടന്മാരെയൊക്കെ അനുകരിക്കുന്നുണ്ടല്ലേ, മിമിക് ചെയ്യുന്നുണ്ടല്ലേ, അതുപോലെ ഇതൊരു കൈൻഡ് ഓഫ് മിമിക്രിയാണ്. നമ്മൾ ജർമ്മൻസ് എങ്ങനെയാണോ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ശ്രമിക്കുക. ഇത് കുറേ ഒരു ലോങ് ടൈമിൽ ഇത് വർക്ക് ചെയ്യും. ഈ സംഭവം വർക്ക് ചെയ്ത് തുടങ്ങും. നാട്ടിലുള്ളവർക്ക് ജർമ്മൻ നേറ്റീവ് സ്പീക്കേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ കുറേ വോയിസ് റൂംസ് ഉണ്ട്. ആ വോയിസ് റൂംസ് വഴി നമുക്ക് നേറ്റീവ് ജർമ്മൻസായിട്ട് സംസാരിക്കാൻ പറ്റും. പല പല ടോപ്പിക്സ് ഉണ്ടാവും, അതിനെക്കുറിച്ച് സംസാരിക്കാം. സോ അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മളിത് ഒബ്സർവ് ചെയ്യുക. അവരുടെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് പോകുന്നത്, അവരുടെ ടോൺ എങ്ങനെയാണ് പോകുന്നത്, ഇതൊക്കെ ഒബ്സർവ് ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 2, ക്രിയേറ്റീവ് ആവാതിരിക്കുക. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലാംഗ്വേജ് ലേണിങ്ങിനൊക്കെ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് പറയുവാണ്, ജർമ്മനിലൊരു സെൻറ്റൻസ് പറയുവാണ്, അതിൽ ഒരു വേർഡിൻ്റെ ജർമ്മൻ നമുക്കറിയില്ല. സോ നമ്മളത് അപ്പം തന്നെ പോയി ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ടിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാതെ ആ സെൻറ്റൻസ് വേറെ ഏതൊക്കെ രീതിയിൽ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾക്ക് കൺവേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാം എന്നതിനെപ്പറ്റി ആലോചിക്കണം. ക്രിയേറ്റീവായിട്ട് ആലോചിക്കണം. ഞാൻ പറയുന്നത് സിനോണിംസിനെ കുറിച്ചല്ല, പര്യായപദങ്ങളെ കുറിച്ചല്ല. ഒരു ഹോൾ സെൻറ്റൻസിനെ എങ്ങനെ ഒരു വേർഡ് അറിയില്ലെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് വേറൊരു രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ദെർ സൂക്ക് കോംറ്റ് 8 Uhr. ട്രെയിൻ 8 മണിക്കാണ് വരുന്നത്. ഇമാജിൻ ദാറ്റ് എനിക്ക് ട്രെയിൻ എന്ന വാക്കിൻ്റെ ജർമ്മൻ അറിയില്ല, പക്ഷേ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെർക്കേസ്മിറ്റിൽ എന്നാണ് പറയുന്നതെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഈ സെൻറ്റൻസ് ഒന്ന് റീബിൽഡ് ചെയ്തിട്ട് ദസ് ഫെർക്കേസ്മിറ്റിൽ കോംറ്റ് 8 Uhr എന്നാക്കി. സോ സെൻറ്റൻസ് അവിടെ കൺവേ ചെയ്തു. ഇനി അതും അറിയില്ല എന്നുണ്ടെങ്കിൽ ich fahre 8 Uhr എന്നാക്കി. ഐ ആം ട്രാവലിംഗ് അറ്റ് 8 o'clock. അപ്പോഴും സെൻറ്റൻസ് വേറെ രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി. ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ നമുക്ക് ഏത് സിറ്റുവേഷനിലും നമുക്കറിയാവുന്ന നമ്മുടെ സ്വന്തം വേർഡ്സ് കൊണ്ട് സെൻറ്റൻസ് ഫോം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് വരും, നമ്മളറിയാതെ തന്നെ. ഇത് നമ്മളെ എല്ലാ സിറ്റുവേഷനിലും സർവൈവ് ചെയ്യാൻ സഹായിക്കും. ഇതിനെയാണ് ക്രിയേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ക്രിയേറ്റിവിറ്റി. നമ്മൾ ലാംഗ്വേജ് ലേണിംഗിൽ യൂസ് ചെയ്യേണ്ട ക്രിയേറ്റിവിറ്റി ഇതാണ്. ഒരു സെൻറ്റൻസ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ രീതിയിൽ അല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കൺവേ ചെയ്യിപ്പിക്കാം. സോ ഡേ ബൈ ഡേ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ട്രസ്റ്റ് മീ ഗൈസ്, നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാതെ നമ്മുടെ തലയിലുള്ള വൊക്കാബുലറി ലിസ്റ്റിൻ്റെ എണ്ണം കൂട്ടാതിരിക്കരുത്. നമുക്കൊരു വൊക്കാബുലറി ലിസ്റ്റ് ഉണ്ടാവും തലയിൽ. നമുക്ക് ഇത്ര ജർമ്മൻ വേർഡ്സ് അറിയാം എന്നൊരു കൗണ്ട് ഉണ്ടാവും. അപ്രോക്സിമേറ്റ്ലി എന്തെങ്കിലോട്ടെ ഒരു കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ കൗണ്ട് കൂട്ടാതിരിക്കരുത്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്കറിയില്ലെങ്കിൽ ഇതുപോലെ വളഞ്ഞ വഴിയിലൂടെ ശീലിച്ച് അവസാനം നമ്മൾ എങ്ങനെ സംസാരിച്ചാലും വളഞ്ഞ വഴിയിലെ സംസാരിക്കുന്ന രൂപത്തിലേക്ക് വരുന്നത്. നമ്മൾ ഇങ്ങനെ സിറ്റുവേഷൻ ഡീൽ ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ആ സിറ്റുവേഷനിൽ എനിക്ക് കൂടുതൽ അനുയോജ്യമായ വാക്ക് ഏതാണോ അത് കണ്ടുപിടിച്ച് അതൊന്ന് പഠിച്ചു വെക്കണം. വൊക്കാബുലറി കൂട്ടാതിരിക്കുക എന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ മൊത്തം ഒരു സാരാംശം. പകരം ക്രിയേറ്റീവായിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പഠിക്കുകയും അതിന് പുറമെ നമുക്ക് ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ ഏറ്റവും നല്ല ബെസ്റ്റ് വൊക്കാബുലറീസ് ഏതാണോ അതും കൂടെ അതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. മിസ്റ്റേക്ക് നമ്പർ 3, ഹാർഡ് വർക്കിംഗ് ഓൺ അൺനെസസറി തിങ്സ്. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് കടല പോലെ വിശാലമാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. നമ്മൾ ഒരു വർഷം ഈ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രാമറും കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കാതെ അല്ലെങ്കിൽ വൊക്കാബുലറീസും പഠിച്ചു വെക്കാതെ ഇതിൻ്റെ
ഇത് യൂസ് കേസസും അല്ലെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറുകളും, അങ്ങനെ നമ്മുടെ ഗോൾ എന്താണോ, ഒരു വർഷം കൊണ്ട് എനിക്ക് എക്സാം പാസ്സാകണം, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എനിക്ക് ഡെയിലി ലൈഫിൽ നന്നായിട്ട് ജർമ്മൻ സംസാരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് പ്രൊണൗൺസിയേഷൻ ബെറ്റർ ആക്കണം. അങ്ങനെ നമ്മുടെ ഗോൾ എന്താണോ അതിനനുസരിച്ച് വേണം പഠിക്കാൻ. ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് മെത്തേഡിനെയാണ് ഒരു പരിധിവരെ നമ്മൾ ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ലാംഗ്വേജ് പഠിക്കുക. എല്ലാം പഠിച്ചു വെച്ചിട്ട് അവസാനം പ്രയോഗിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ചങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഗ്രീറ്റിങ്സ് പഠിച്ച്, പിന്നെ കുറച്ച് വേർഡ് കോമ്പോസ് പഠിച്ച്, പിന്നെ കുറച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് പഠിച്ച്, ഇങ്ങനെ ലാംഗ്വേജ് ലേണിംഗ് സ്റ്റെപ്പായിട്ട് പോവുക. ചിലപ്പോൾ ഈ ചങ്കിങ് മെത്തേഡ് വെച്ച് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നവർക്ക് ഇതിൻ്റെ ഗ്രാമർ വശങ്ങളെ പറ്റി ഒരു അറിവുണ്ടാവില്ല. ഉദാഹരണത്തിന് മലയാളത്തിൻ്റെ തന്നെ ഗ്രാമർ നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കിട്ടും. ഒരുപാടുണ്ട് മലയാളത്തിൻ്റെ ഗ്രാമർ. ആരെങ്കിലും ഇത്ര കാലം മലയാളത്തിൻ്റെ ഗ്രാമർ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. നമ്മൾ ഗ്രാമർ എന്നിട്ടല്ല മലയാളം സംസാരിക്കുന്നത്, പക്ഷേ നമ്മുടെ മലയാളം അങ്ങനെ തെറ്റാറുമില്ല. ഇതിനെയാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടും അറിഞ്ഞും സംസാരിച്ചും പഠിക്കുന്ന ഒരു മെത്തേഡാണ് ചങ്കിങ് മെത്തേഡ്. ആദ്യം വേർഡ് കോമ്പോസ് പഠിക്കും, സെൻറ്റൻസ് കോമ്പോസ് പഠിക്കും, ഇതിനുശേഷം പ്രയോഗിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇഷ് ഫസ്റ്റ് ഹെനിഷ്ഡ് ബി ഫിലെ കോസ് ദാസ്, ഇങ്ങനെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇഷ് ഹാറ്റ് എ ഗേൺ ഡാഷ് അല്ലെങ്കിൽ ക്യാനിഷ് ഡാഷ് ഹാബൻ. ഇതുപോലെ ചില മുറിഞ്ഞ സെൻറ്റൻസുകൾ പഠിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള കുത്തിക്കയറ്റി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സെൻറ്റൻസിൻ്റെ പീസസ് പഠിച്ചു വെക്കുക. ഇതിനെയാണ് ആക്ച്വലി ചങ്കിങ് മെത്തേഡിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ള രൂപത്തിൽ ലാംഗ്വേജ് പഠിക്കുക. ഈ 10-15 ഭാഷ പഠിച്ച് ഡീൽ ചെയ്യുന്ന പല ഫേമസ് ആളുകളുടെ ഇൻ്റർവ്യൂവിലും കേട്ടിട്ടുണ്ട് ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ചങ്കിങ് ആണെന്നുള്ളത്. ഇവരധികം ഗ്രാമറിൽ ഫോക്കസ് ചെയ്യില്ല. ഇവർ ഇതുപോലത്തെ വേർഡ് കോമ്പോസ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്താണ് പഠിച്ചിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ പറഞ്ഞൊരു കാര്യമാണ്, അഡ്ജക്റ്റീവ് എൻഡിങ് എന്ന് പറയുന്ന ഒരു ഗ്രാമർ ടോപ്പിക്ക് ഇതുവരെ അവൾ ജർമ്മനിൽ പഠിച്ചിട്ടില്ല. പകരം അവൾക്ക് എഴുതി വരുമ്പോഴോ സംസാരിച്ച് വരുമ്പോഴോ ഇതിൻ്റെ എൻഡിങ് എന്താണെന്ന് കറക്റ്റായിട്ട് അവൾക്ക് മനസ്സിലാവും. ഇതൊരു ബേസിക് ബ്രെയിൻ സയൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസിൻ്റെ എണ്ണം കൂടുന്തോറും ബ്രെയിൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഗ്രാമർ അങ്ങ് ശരിയാക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് ബ്രെയിൻ തന്നെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കും. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ലാംഗ്വേജ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ചങ്കിങ് മെത്തേഡിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും അതത്ര പ്രോപ്പറായിട്ടില്ല. നമുക്ക് ഒന്നുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് ആ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ചങ്കിങ് മെത്തേഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാം എന്നൊരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കോട്ടെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ആൻഡ് ഈ എപ്പിസോഡ് നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി മിസ്റ്റേക്സ് പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊരു ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂസ്.